അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാലിഹായ സൽക്കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലമുള്ള പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ തസ്ബീഹ് നിസ്കാരം നാം മറക്കാതിരിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ A to Z ദോഷങ്ങൾ മുഴുവനും പൊറുക്കുന്ന അള്ളാഹുവിന്റെ റസൂല് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രസന്റ് ചെയ്യുന്നത് തന്നെ വളരെ മനോഹരമായിട്ടാണ് നമസ്കാരത്തെ. അല അഹ്ബൂക് അല അംനഹുക് അല അഅതീക്, സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരട്ടെ. എന്താ അതിന്റെ പ്രത്യേകത? 4 റക്അത്തുള്ള നിസ്കാരമാണ്. അത് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും അറിയാതെ ചെയ്തതാണെങ്കിലും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും സകല ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്ന നിസ്കാരം എന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അത് പ്രസന്റ് ചെയ്യുന്നത്. ആ നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ടാവും അല്ലേ? ഡെയിലി നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോട്ടെ, മാസത്തിൽ ഒരു ദിവസമെങ്കിലും, അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മളത് ചെയ്യണം. എന്തിനു വേണ്ടി? നമ്മുടെ സകല ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരാൻ വേണ്ടി. എങ്ങനെ അതിന്റെ രൂപം? അതിലേക്ക് വരാം. 4 റക്അത്തുള്ള നിസ്കാരമാണ്. ഈ 2 റക്അത്തുകളായി സലാം വീട്ടിയാണ് നിസ്കരിക്കൽ അഫ്ളൽ. നിസ്കാരത്തിന്റെ രൂപം: തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നിയത്ത് മനസ്സിൽ കരുതുക. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ഇഷ്ടപ്പെട്ട സൂറത്ത് ഓതുക. ഏറ്റവും നല്ലത് 1ാമത്തെ റക്അത്തിൽ അൽഹാകുമുത് തകാസുർ സൂറത്താണ്. അത് ഓതിക്കഴിഞ്ഞാൽ റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പ് ഖിയാമിൽ ആ നൃത്തത്തിൽ തന്നെ 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 15 പ്രാവശ്യം അത് ചൊല്ലുക. അതിനുശേഷം റുക്കൂഇലേക്ക് അല്ലാഹു അക്ബർ. റുക്കൂഇൽ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന ആ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 10 പ്രാവശ്യം. അതിനുശേഷം ഇഅ്തിദാലിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സാധാരണ നമ്മൾ ചൊല്ലാറുള്ള റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാത്ത് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം അവിടെയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് കഴിഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് പോവും. 1ാമത്തെ സുജൂദിൽ സാധാരണ സുജൂദിൽ നമ്മൾ ചൊല്ലാറുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന ആ ദിക്റിന് 3 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ തസ്ബീഹ് 10 പ്രാവശ്യം. ഇടയിലെ ഇരുത്തത്തിൽ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ദിക്റിന് ശേഷം 10 പ്രാവശ്യം. വീണ്ടും 2ാമത്തെ സുജൂദിൽ സാധാരണ ചൊല്ലാറുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി എന്ന ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം 10 പ്രാവശ്യം. പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കുക, ഇസ്തിറാഹത്തിൽ ഇരുത്തിയിരുന്നിട്ട് അവിടെ ഒരു 10 പ്രാവശ്യം ഇരുന്നത് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു റക്അത്തിൽ 75 തസ്ബീഹായി. 4 റക്അത്ത് വരുമ്പോൾ 300 തസ്ബീഹായി. 2ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എണീറ്റ് നിന്നാൽ ഫാത്തിഹ ഓതുന്നു, വൽ അസ്രി സൂറത്ത് ഓതുന്നു. അതിനുശേഷം ഇഷ്ടപ്പെട്ട സൂറത്ത് ഓതാ. ഏറ്റവും അഫ്ളൽ 2ാമത്തെ റക്അത്തിൽ വൽ അസ്രി സൂറത്താണ്. അതിനുശേഷം മേൽ പറഞ്ഞ പോലെ ഖിയാമിൽ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം അതേ നൃത്തത്തിൽ 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക. അങ്ങനെ മേൽ പറഞ്ഞ പോലെ 2ാമത്തെ റക്അത്തിലും മേൽ പറഞ്ഞ പോലെ നമ്മൾ 1ാമത്തെ റക്അത്തിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ എണീറ്റ് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല. കാരണം 2ാമത്തെ ഫസ്റ്റത്തെ റക്അത്തിലെ സുജൂദിന് ശേഷം നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണല്ലോ ഇസ്തിറാഹത്തിന്റെ ഇരുത്തിരിക്കുന്നത്. അതിലാണല്ലോ നമ്മൾ 10 പ്രാവശ്യം ചൊല്ലുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് നീക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതില്ല.
അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് അത്തഹിയാത്തിലേക്ക് വരും അല്ലേ. അത്തഹിയാത്തിൽ നമ്മൾ ആദ്യം ഇരുന്ന ഉടനെ ഈ തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അത്തഹിയാത്ത് ഓതുക, സ്വലാത്ത്, അതിനുശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംത് എന്ന ആ മഹത്തായ ദുആ, അതിനുശേഷം സലാം വിട്ടുക. ഇപ്പം നമ്മൾ 2 റക്അത്തിലും കൂടെ 75 150 തസ്ബീഹായി അല്ലേ. അതിനുശേഷം അടുത്ത 2 റക്അത്ത് നിസ്കാരം. അപ്പോഴും നിയ്യത്ത് ചെയ്യേണ്ടത് തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക. അവിടെ നമ്മൾ ഓതേണ്ടത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്താണ് ഏറ്റവും അഫ്ളൽ. അങ്ങനെ മേൽ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുക. 4ാമത്തെ റക്അത്ത്, അതായത് ഈ 2ാമത്തെ പാർട്ടിലുള്ള 2ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി ഇടക്ക് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ കൈയൊക്കെ ഇളകുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ശ്രദ്ധ വേണം ദിക്ർ ചൊല്ലുമ്പോൾ. ഇനി ദിക്ർ നഷ്ടപ്പെട്ടോ, ചൊല്ലിയത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നതിൽ ബേജാറ് വേണ്ട. നിസ്കാരത്തിന് യാതൊരു കംപ്ലൈൻറ്റും സംഭവിച്ചിട്ടില്ല. പരമാവധി ഇഖ്ലാസോടുകൂടെ നമ്മളിത് നിർവഹിക്കുക. അല്ലാഹു തആല നമ്മുടെ സകലമാന ദോഷങ്ങളും പുറത്തു തരും എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ റമളാൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും, പ്രത്യേകിച്ച് അശ്റുൽ അവാഖിർ, റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ നല്ലതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിലൊക്കെ ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്യുക. എന്തിനു വേണ്ടി? നമ്മുടെ കഴിഞ്ഞു പോയ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരാൻ വേണ്ടി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ്.